അപ്പാ ഞാൻ നിന്നെ കേൾക്കേണം. അപ്പാ നിൻ വീട്ടിൽ പാർക്കേണം. അപ്പാ നിന്നൊപ്പം നടക്കേണം. അപ്പാ ഞാൻ നിന്നെ കാണേണം. അപ്പാ ഞാൻ നിന്നെ കേൾക്കേണം. അപ്പാ നിൻ വീട്ടിൽ പാർക്കേണം. അപ്പാ നിന്നൊപ്പം നടക്കേണം. അപ്പാ 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 അപ്പാ. കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ ജീവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ, ആ ജീവൻ എൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ ചെയ്യാനായി കഴിയും? ദൈവജനം പറയുക, യേശുവിൻ്റെ ഉള്ളിൽ ആ ജീവൻ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ ഉള്ളിൽ ആ ജീവൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് യേശുവിന് സകലതും ചെയ്യാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ആ ജീവൻ എൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ എനിക്കും യേശുവിനെ പോലെ എല്ലാം ചെയ്യാൻ കഴിയുമെന്നാണ് ദൈവജനം നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ നമുക്കതെങ്ങനെ എത്രത്തോളം മനസ്സിലാകും? യേശുവിനെ പോലെ എനിക്കാകാൻ കഴിയുമോ? യേശു ചെയ്തതുപോലെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമോ? യഥാർത്ഥത്തിൽ ദൈവജനം പറയുന്നത്, ആ ജീവൻ ആരുടെ ഉള്ളിൽ വസിച്ചാലും അവർക്ക് യേശു ചെയ്തതുപോലെ എല്ലാം ചെയ്യാൻ കഴിയുമെന്നാണ്. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ യേശുവിനെ പോലെ, അല്ലെങ്കിൽ ആ ജീവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന ആ ബോധ്യത്തിൽ നമുക്ക് ആകാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. 1 John chapter 5 verse 11 and 12. പറയുന്നു, it is written, those who have Jesus, they have the life of God. ക്രിസ്തുവിലുള്ളവന് അവന്റെ ജീവനുണ്ടെന്ന് പറയുന്നു. That means it says the same life was with Jesus. He was created everything. It's describing about our life also there. സൃഷ്ടിച്ച യേശുവിനെ കുറിച്ച് പറയുന്നതിനകത്ത് പറയുന്ന ഒരു കാര്യം, അവന്റെ അകത്ത് സർവ്വതും ഉണ്ടായിരുന്നു. ആ സർവ്വ ജീവന് എന്നിലുള്ളത് എന്ന് വ്യക്തമായി അതിനകത്ത് പറയുന്നു. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവനാണ് സകലത്തെ ഉളവാക്കിയത്. അതേ ജീവൻ ഇപ്പൊ എന്റെ അകത്തിരിക്കുവാന്ന്. What does it mean? എന്താണത് പറയുന്നത്? The creating life is in you. സൃഷ്ടിക്കുന്ന ജീവനാണ് നിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ്. The same life was with Jesus. The same life is in you now. ആ സൃഷ്ടിക്കുന്ന ജീവൻ യേശുവിലുള്ള അതേ ജീവനാണ് നിന്റെ ഉള്ളിൽ ജീവിക്കുന്നത്. That is why I say you are a supernatural being. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു അസാധാരണ വ്യക്തിയാണെന്ന്. Do you understand, church? നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നുണ്ടോ? Give a clap offering to the Lord. ദൈവത്തിന് കരങ്ങൾ അടിച്ച്. The same life, അതേ ജീവൻ, the same life, അതേ ജീവൻ, the same life was with Jesus. യേശുവിലുള്ള അതേ ജീവൻ, the life is in me now. അതിപ്പോ നിന്റെ ഉള്ളിലാണുള്ളത്. That life created this whole universe. ആ ജീവനാണ് ഈ സർവ്വപ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. Now you are saying, I am going to perish, I am lacking so many things, I am lacking so many financial issues. Brother, this same life is in Jesus. The same life is in you. That life created the universe. ഈ സർവ്വ ലോകത്തെ സൃഷ്ടിച്ച ജീവൻ നിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നീ പറയുന്നത്, എനിക്ക് ഫിനാൻഷ്യലി തകർച്ചയുണ്ട്, എനിക്ക് രോഗത്താൽ ഞാൻ ബുദ്ധിമുട്ടുന്നു എന്നുള്ള സർവ്വ കാര്യം പറയാൻ ഇടയാകുന്നത് ആ സർവ്വ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ജീവനെ നിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ്. Now I understand why Jesus say
command to the wind, command to the sea, it will obey you. ഇപ്പോഴെനിക്ക് മനസ്സിലാകും, ആ കാറ്റിനെ നോക്കി നീ ശാസിച്ചാൽ, ആ മലയോട് നോക്കി നീ ഒന്ന് കൽപ്പിച്ചാൽ അത് നിന്നെ അനുസരിക്കാൻ ഇടയാകുമെന്ന് ദൈവം പറഞ്ഞതിന്റെ കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. The same life is controlling me. കാരണം അതേ ജീവനാണ് എന്നെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞാൽ അതേപോലെ നടക്കാൻ ഇടയാകും. Come on, church. The same life. സഭയെ ചിന്തിച്ചാട്ടെ, അതേ ജീവൻ. Not the mountain is not listening your life. The mountain is listening God life. മല ശ്രദ്ധിക്കുന്നത് നിന്റെ വാക്കുകളല്ല, നിന്റെ അകത്തിരിക്കുന്ന ജീവൻ പറയുന്ന വാക്കുകളാണ്. മല ശ്രദ്ധിക്കുന്നതുകൊണ്ട് അതേപോലെ അനുസരിക്കാം. The mountains melt in His word. മലകൾ ഇടിഞ്ഞു പോകും അവന്റെ വാക്കിനാൽ. It's melt like a wax in His word. അത് മെഴുകു പോലെ ഉരുകി പോകാൻ ഇടയാകും അവന്റെ വാക്കിനാൽ. The same life is in you. അതേ ജീവൻ നിന്റെ ഉള്ളിലാണ് ആയിരിക്കുന്നത്. How the mountain can stand before you? ആ മലയ്ക്ക് എങ്ങനെയാണ് നിന്റെ മുമ്പിൽ നിൽക്കാനായി സാധിക്കുക? No one can stand before you. ഒന്നിനും നിന്റെ മുമ്പിൽ നിൽക്കാനായി സാധിക്കത്തില്ല. Because the life of God is in you. കാരണം ദൈവത്തിന്റെ ജീവൻ നിന്റെ അകത്തുണ്ട്. Come on, I have the life of God. പറഞ്ഞാട്ടെ, എനിക്ക് ദൈവത്തിന്റെ ജീവൻ എന്റെ അകത്തുണ്ട്. Come on, തുള്ളിച്ചാടി പറ, I have the life of God. എനിക്ക് എന്റെ അകത്ത് ദൈവത്തിന്റെ ജീവനുണ്ട്. Come on, I have the life of God. എനിക്ക് ദൈവത്തിന്റെ ജീവനുണ്ട്. I have the life of God. എനിക്ക് ദൈവത്തിന്റെ ജീവനുണ്ട്. I have the life of God. എനിക്ക് ദൈവത്തിന്റെ ജീവനുണ്ട്. The life of God is in me. ദൈവത്തിന്റെ ജീവൻ എന്റെ അകത്തുണ്ട്. The life of God is in me. ദൈവത്തിന്റെ ജീവൻ എന്റെ അകത്തുണ്ട്. Which was in Jesus. അത് യേശുവിലുള്ള അതേ ജീവൻ. Life of God is in me. അതേ ജീവൻ എന്റെ അകത്തുണ്ട്. Which was in Jesus Christ. അത് യേശുവിൽ ഉണ്ടായിരുന്നതാണ്. The same way it is working in me. അത് യേശുവിൽ എങ്ങനെയാണോ വർക്ക് ചെയ്തത് അതേപോലെ എന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നു. The world will listen to me because of the life of God. ലോകം എന്നെ ശ്രദ്ധിക്കും കാരണം എന്റെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ജീവനാണ്. എനിക്ക് പറഞ്ഞിട്ടും മതിയായില്ല. Then I asked, Lord, why it is not obeying? God spoke me down so simple. You are walking with your life, not my life. When you are walking with awareness of my life, they will salute you. Amen. ഞാൻ ദൈവത്തോട് ചോദിച്ചു, പിന്നെ എന്താണ് ദൈവമേ അത് എന്നിൽ പ്രവർത്തിക്കാൻ ഇടയാകാത്തത്? അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്. നീ ഇപ്പോൾ നടക്കുന്നത് നിന്റെ ജീവനും കൊണ്ടാണ്. എപ്പോഴാണോ നീ എന്റെ ജീവനും കൊണ്ട് നടക്കാൻ ഇടയാകുന്നത്, ആ നടക്കാൻ ഇടയാകുന്ന സമയത്ത് അത് പൂർണ്ണമായി നിന്നെ അനുസരിക്കാൻ ഇടയാകും. So when you have the awareness, നിങ്ങൾക്ക് ആ ബോധ്യമുള്ള സമയത്ത് Church, from today, wherever you touch, the life flows. Wherever you look, the life flows. Wherever you say, the life flows. Wherever you go, the life flows. You are the life-giving person. എന്ന സമയം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എവിടെയെങ്കിലും നിങ്ങളൊന്ന് തൊട്ടാൽ അവിടെ ജീവൻ ചലിക്കാനിടയാകും. എവിടെയെങ്കിലും നിങ്ങളൊന്ന് നോക്കിയാൽ അവിടെ ജീവൻ ചലിക്കാനിടയാകും. എവിടെയെങ്കിലും നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോയാൽ അവിടെ ജീവൻ ചലിക്കാനിടയാകും. കാരണം ഇപ്പൊ ജീവനെ കൊടുക്കുന്നത് നിങ്ങളാണ്. Are you listening to me? എന്നെ ശ്രദ്ധിച്ചാൽ Now it is more peaceful to me to pray for the dead person. ഒരു മരിച്ച വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എനിക്കിപ്പോ ഒരു സമാധാനമുള്ള കാര്യമാണ്. Pray for the sick. It is more peaceful to me because I am not working. The life of God is working. I am only touching. It is flowing through me. That is the miracle. എനിക്കിപ്പോ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വളരെ സാധാരണപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് അറിയാമോ? എനിക്കിപ്പോ ഒരു കാര്യം അറിയാം. ഞാനിപ്പോ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനല്ല പ്രവർത്തിക്കാൻ ഇടയാകുന്നത്, പിന്നെയോ എന്റെ ഉള്ളിലായിരിക്കുന്ന ദൈവിക ജീവനാണ് അത് പ്രവർത്തിക്കാൻ ഇടയാകുന്നത്. ഞാൻ തൊടുക മാത്രം ചെയ്താൽ മതി. ദൈവത്തെ എന്റെ ഉള്ളിലായിരിക്കുന്ന ദൈവ ജീവൻ അതിലൂടെ ചലിക്കുവാൻ ഇടയാകും. That's why Jesus said, go to your neighbor countries and heal the sick, rise the dead, cleanse the shepherds and preach the gospel. അതുകൊണ്ടാണ് പറയുന്നത്, നീ അടുത്തുള്ള വീടുകളിൽ പോയി രോഗികളെ സൗഖ്യമാക്കി, അടുത്തുള്ള വീടുകളിൽ പോയി വളരെ വിടുതലിലേക്ക് നയിച്ച സുവിശേഷം പറയാനായി ദൈവം പറയാനിടയായത്. Go to the persons, those who are suffering, go there and share the gospel. Share the gospel. Share the gospel. When you are share the gospel, the power will release through you because the life of God is in you. നടക്കുന്ന അടുത്തേക്ക് പോയിട്ട് നിങ്ങൾ സുവിശേഷം പറയും. നിങ്ങൾ സുവിശേഷം പറയുന്ന സമയത്ത് ദൈവത്തിന്റെ ജീവൻ നിന്റെ അകത്തുള്ളത് അത് നിന്നിലൂടെ റിലീസ് ചെയ്യാൻ ഇടയാകും. അത് അത്ഭുതങ്ങൾ ചെയ്യാൻ ഇടയാകും. Until or unless
when you are not recognizing the life of God is in you, the new creation reality will not work for you. നിങ്ങൾ ദൈവിക ജീവന്റെ ബോധ്യം നിങ്ങളിലുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ പുതിയ സൃഷ്ടിയുടെ റിയാലിറ്റി നിങ്ങൾക്ക് അനുഭവിക്കാനായി സാധിക്കത്തില്ല. How much you aware about the life of God, that much you will become shine and shine and shine and shine for God. നിങ്ങൾക്ക് പുതിയ സൃഷ്ടിയെക്കുറിച്ച് ദൈവിക ജീവനെക്കുറിച്ച് എത്രത്തോളം ബോധ്യമുണ്ടോ അത്രത്തോളം നിങ്ങൾ തിളങ്ങുവാനായി തുടങ്ങും. In him was life, and life was the light of the man. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. അവന്റെ ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അവൻ മനുഷ്യന്റെ വെളിച്ചമായിരുന്നു. Next word, the light shines on the darkness. ഇരുട്ടിൽ ആ വെളിച്ചം പ്രകാശിച്ചു. And the darkness did not understand it, overpower it, appropriate it and absorb it. ഇരുട്ട് അതിനെ ഭരിക്കാൻ ഇടയായില്ല. That means you have the life of the Lord. നിങ്ങൾക്ക് ദൈവ ജീവനുണ്ട്. No one can control you, no one can overpower you, no one can understand you, no one can appropriate you. It is impossible for you. ഒരു ആൾക്കും നിന്നെ ഒരു കാര്യവും ചെയ്യാനായി സാധിക്കത്തില്ല. കാരണം നിന്റെ അകത്ത് അവന്റെ ജീവനുണ്ട്. How the devil can overpower you? എങ്ങനെയാണ് പിശാചിനെ നിന്നെ മറികടക്കാനായി സാധിക്കുന്നത്? No one can appropriate you. ഒരുത്തനും നിന്നെ ഒന്നും ചെയ്യാനായി സാധിക്കത്തില്ല. Impossible. സാധ്യമല്ല. Impossible. സാധ്യമല്ല. Because I have the life of God. കാരണം എൻ്റെ അകത്ത് ദൈവിക ജീവനുണ്ട്. When I saw a person having some issues before years back, I counseled them and give their instruction. They take 3 days fasting. I also join. നേരത്തെ ഒരാൾക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ അവരെൻ്റെ അടുത്ത് വന്നാൽ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ പ്രശ്നം മാറാൻ വേണ്ടി 3 ദിവസം നിങ്ങൾ ഉപവാസം എടുക്കും, ഞാൻ നിങ്ങളോട് ജോയിൻ ചെയ്യാമെന്ന്. It is so simple. If anyone have issues, share the gospel. If they believe Jesus, they receive Jesus. That moment the life can go inside. If they have life, no one can destroy them again. ഇത് വളരെ നിസ്സാരപ്പെട്ട കാര്യമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ സുവിശേഷം അവരോട് പറഞ്ഞാട്ടെ. സുവിശേഷം അവരോട് പറയുന്ന സമയത്ത് ദൈവിക ജീവൻ അവരിലേക്ക് പ്രവേശിക്കാൻ ഇടയാകും. ആ ദൈവിക ജീവൻ എപ്പോഴാണ് അവരിലേക്ക് പ്രവേശിക്കുന്നത്, ആ പ്രവേശിക്കുന്ന നിമിഷം മുതൽ അവർ ആ വിടുതലിലേക്ക് വരുവാൻ ഇടയാകും. When I was preparing this message, God gave me an example. ഞാൻ ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ദൈവം എനിക്കൊരു ഉദാഹരണം തന്നു. Just imagine, this is not going to happen. ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല. This is an example. ഇതൊരു ഉദാഹരണമാണ്. This is my son. It is not happen. ഇതെന്റെ മകനാണ്. ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. So just imagine a snake wrap him. നിങ്ങളൊന്ന് ചിന്തിച്ചാട്ടെ, ഒരു പാമ്പ് ചുറ്റുവാനിടയായി. What will he do? എന്താ ഈ പാമ്പ് ചുറ്റിക്കഴിഞ്ഞാൽ എന്താണ് ഇവൻ ചെയ്യാനിടയായി? Normally everyone cry out, Lord, Lord, I need a help. എല്ലാവരും പറയുന്നത് ദൈവമേ ദൈവമേ എനിക്കൊരു സഹായം വേണമെന്നാണ്. Then we pastors go near to him. നമ്മൾ പാസ്റ്റർമാർ അവരുടെ അടുത്തേക്ക് ഓടിച്ചു. Take the snakes out. എന്നിട്ട് ഈ ചുറ്റിയിരിക്കുന്ന പാമ്പിനെ പതുക്കെ അഴിക്കാനായി തുടങ്ങും. Loose the snake's wrap. അതിന്റെ ബലത്തെ ഒന്ന് പതുക്കെ അഴിക്കാനായി തുടങ്ങും. Are you listening? ശ്രദ്ധിക്കുന്നുണ്ടോ? This is what all Christians are believing. എല്ലാ ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്. When a snake wrap over me, we need a help from another person. നമ്മൾ ഒരു പാമ്പ് എന്നെ ചുറ്റിക്കഴിഞ്ഞാൽ അടുത്ത വ്യക്തിയിൽ നിന്നൊരു സഹായം വേണമെന്നാണ് നമ്മൾ ചിന്തിക്കാൻ ഇടയാകുന്നത്. But imagine, എന്നൊന്ന് ശ്രദ്ധിച്ചാട്ടെ, he have more power than the snake. Just imagine. അവൻ എന്നെ കാട്ടി ശക്തി ഉണ്ടെന്ന് ചിന്തിച്ചാട്ടെ. He have more power than the snake. Just imagine. പാമ്പിനെ കാട്ടി കൂടുതൽ ശക്തി ഉണ്ടെന്ന് ഒന്ന് ചിന്തിച്ചാട്ടെ. What he will do? He took the head of the snake and loose it and throw it away. Amen. ജോയ്ക്ക് പാമ്പിനെ കാട്ടി കൂടുതൽ ശക്തി ഉണ്ടെന്ന് ചിന്തിച്ചാൽ ജോഹ എന്ത് ചെയ്യാനിടയാകും? ആ പാമ്പിനെ ഒന്ന് പിടിച്ചിട്ട് അതിന്റെ തലയെ പിടിച്ചിട്ട് അതിനെ സ്വയമായിട്ട് തന്നെ അതിനെ ഒന്ന് അഴിച്ചെടുത്തിട്ട് അതിനെ ദൂരെ കളയാനിടയാകും. So when I was reading the old scriptures, ഞാൻ ഈ വചനം വായിക്കുന്ന സമയത്ത് the second way of the deliverance is happening everywhere. വേറെ തരത്തിലുള്ള വിടുതലുകൾ പല ഭാഗത്തായി നടക്കുവാനിടയായി. രണ്ടാമത്തെ രീതിയിൽ പാമ്പിനെ സ്വയം അഴിച്ച് കളയുന്ന രീതിയാ ബൈബിൾ മുഴുവൻ പറയുന്നത്. വേറൊരാളും ഒന്ന് പാമ്പ് അഴിച്ചിട്ടില്ല, അങ്ങനെ പാമ്പിനെ പിടുത്തക്കാരെ കാണിക്കുന്നില്ല. പാമ്പിനെ സ്വയം കളയാനാ ബൈബിൾ പറയുന്നത്. പാസ്റ്ററിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ, ജീവനിൽ ആശ്രയമോ അത് ഒന്നാ. Come on. അടുത്തിരിക്കുന്നവരോട് പറ, പാസ്റ്ററിൽ ആശ്രയമോ അത് വേണ്ട നിശ്ചയമാ,
അത് ഒന്നാണ് എനിക്ക് അഭയം. കോൾ സെന്ററിൽ ആശ്രയമോ കണ്ടോ, ഒറ്റൊന്നും വേണ്ടില്ല. പാസ്റ്ററിൽ ആശ്രയമോ. Pastors are here to build you with the word. പാസ്റ്റേഴ്സ് ഇവിടെ ആയിരിക്കുന്നത് വചനത്തിൽ നിങ്ങളെ ബലപ്പെടുത്തുവാനും അറിവ് If you are a new തരാനും person, I help you with the healings and deliverance. നിങ്ങളൊരു പുതിയ ആളാണെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറൻസിനും നിങ്ങൾക്ക് സൗഖ്യമാക്കാനും ഞാൻ But if you are a പ്രാർത്ഥിക്കാൻ believer, you have to chase the devil out. നിങ്ങൾ ഒരു വിശ്വാസിയാണെങ്കിൽ നീയാണ് പിശാചിനെ പുറത്താക്കേണ്ടത്. You have to took the snake from the wrap and throw it away. Amen. നീയാണ് നിന്നെ ചുറ്റിയിരിക്കുന്ന പാമ്പിനെ അഴിച്ചിട്ട് ദൂരെ കളയേണ്ടത്. നിങ്ങളൊരു പാമ്പിനെ പിടുത്തക്കാരാകാനാ ദൈവത്തിന്റെ ഇഷ്ടം. You have to take this word for a prophetic, like a prophetic word. ഇതൊരു പ്രവചന വാക്കായിട്ട് നിങ്ങൾ ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറ, നിന്നെ ഒരു പാമ്പിനെ പിടിക്കുന്നവനാക്കാനാ യേശു വന്നത്. നിങ്ങൾ എന്താ തുള്ളിച്ചാടാത്തെ? Even while I was preparing this message, God showed me example this way. That means He want to share this message this way and deliver you and make you understand this way. ഞാൻ ഒരു യാഥാർത്ഥ്യം നിങ്ങളോട് പറയട്ടെ. ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ദൈവം കാണിച്ചൊരു ഉദാഹരണമാണിത്. ദൈവം ഈ ഒരു ഉദാഹരണം കാണിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ഇത് നിങ്ങൾക്ക് ബോധ്യം തന്ന് നിങ്ങളെ ആ മേഖലയിൽ നടത്താനാണ് ദൈവത്തിന്റെ ആഗ്രഹം. Look at Samson. ശിംശോനെ ചിന്തിച്ചാട്ടെ. He tied by a rope by the Philistines. അവൻ ഒരു ചണത്താൽ ചുറ്റപ്പെട്ടവനായിരുന്നു. Strong rope. വളരെ ബലമുള്ള tie with the Philippines. ഫിലിസ്ത്യർ കയറുകൊണ്ട് കെട്ടപ്പെട്ടവൻ. He never cried out for help. അവൻ ഒരു ഹെൽപ്പിന് വേണ്ടി നിലവിളിച്ചില്ല. Say to your neighbor, don't cry out for help. അടുത്തുള്ള ആളോട് പറഞ്ഞാട്ടെ, അവൻ ഒരു സഹായത്തിന് വേണ്ടി നിലവിളിച്ചില്ല. That part we can't understand, pastor. ആ ഭാഗം എനിക്ക് മനസ്സിലാവുന്നില്ല പാസ്റ്റർ. Brother, it is not understandable, brother. ബ്രദറെ, എനിക്ക് അത് മനസ്സിലാകുന്നില്ല ബ്രദറെ. After the meeting we are queue up for pastoring, praying, pastor. മീറ്റിംഗ് കഴിയുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ക്യൂ ആയിട്ട് വരാം പാസ്റ്ററെ. Samson was tied. ശിംശോൻ കെട്ടപ്പെട്ടവനായിരുന്നു. But what he remembered, what he aware. അവൻ എന്താണ് ബോധ്യം വന്നതെന്നറിയാമോ? Just aware about what power he has. അവന്റെ ശക്തിയെ കുറിച്ചൊരു ബോധ്യം അവനുണ്ടായിരുന്നു. He just shook. ആ ബോധ്യമുള്ള അവൻ ചെറുതായിട്ടൊന്ന് കുലുങ്ങുവാനിടയായി. Another word, he stirred up himself. അവൻ തന്നെ കുലുങ്ങി. The rope become ashes. That moment. ആ കയറ് ചാരമായി പോകുവാനിടയായി. എപ്പോൾ നിങ്ങളുടെ അകത്ത് ദൈവിക ജീവൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ശത്രുവിന് മുമ്പിൽ നിന്ന് കുലുങ്ങാൻ തയ്യാറാകുന്നു, ആ സെക്കൻഡിൽ ശത്രു ചാമ്പലാകുന്നത് നിങ്ങൾ കാണാനായി തുടങ്ങും. ദൈവത്തിൻ്റെ ജീവനുമായിട്ടാണ് ഞാൻ നടക്കുന്നത് എന്നൊരു വ്യക്തിക്ക് മനസ്സിലാകുമ്പോൾ, ആ ബോധ്യത്തിൽ ആ വ്യക്തി ആകുമ്പോൾ, ആ വ്യക്തി യേശുവിനെ പോലെ ആകുവാനിടയാകും. യേശു എങ്ങനെ ചെയ്തോ അതേപോലെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാനും എല്ലാം സാധ്യമാകും. നിങ്ങളിൽ ആ ജീവൻ വസിക്കുന്നത് യേശുവിനെ പോലെ നിങ്ങൾ ഈ ഭൂമിയിൽ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ആകുവാൻ വേണ്ടിയിട്ടാണ്. കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. മകളുടെ പേര് വിസ്മയ എന്നാണ്. ഈ മകൾ കടന്നു വരുന്നത് തൊടുപുഴയിൽ നിന്നാണ്. ഈ മകൾ യൂട്യൂബിൽ കോട്ടയം പബ്ലിക് മീറ്റിംഗ് കാണുവാനിടയായി. അത് കാണുമ്പോൾ കുഞ്ഞിനുണ്ടായ ഒരു അത്ഭുതകരമായ ഒരു സാക്ഷ്യത്തെ പറയുവാനാണ്. യൂട്യൂബിലെ മീറ്റിംഗ് കണ്ട് കോട്ടയത്തെ പബ്ലിക് മീറ്റിംഗ് കണ്ടിട്ടുണ്ടായതാണ്. ഹല്ലേലൂയ. ആ അത്ഭുതത്തെ പറയുവാനാണ് കുഞ്ഞിവിടെ ആയിരിക്കുന്നത്. ഈ കുഞ്ഞ് സ്കൂളിൽ വെച്ച് ഇന്റർവെൽ സമയത്ത് പുറത്തുപോയി തിരികെ വരാനായി ബെല്ലടിച്ചപ്പോൾ കുഞ്ഞ് ഓടി വരുന്ന സമയത്ത് ഒരു ഡെസ്കിൽ ചെന്ന് കാലിടിക്കുവാനും അതിശക്തമായ വേദനയോടുകൂടി വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് കുഞ്ഞ് കോട്ടയത്തെ മീറ്റിംഗ് കാണുവാനിടയായി. ആ സമയത്ത് ബ്രദർ
ഒരു സിസ്റ്ററിൻ്റെ കാലിൻ്റെ വേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞ് സ്വന്തം കാലിൻ്റെ മുട്ടിൽ കൈവച്ച് പ്രാർത്ഥിച്ചു എന്നാ പറയുന്നത്. ആ സമയം തന്നെ ആ വേദന മാറിപ്പോകാനിടയായി എന്നാ പറയുന്നത്. താങ്ക് യു ജീസസ്. എവിടെയായിരുന്നു? മുട്ടിനായിരുന്നോ പ്രയാസം? അത് പൂർണ്ണമായി മാറി, ആ സമയം തന്നെ മാറി. വിശ്വാസം അത്ഭുതങ്ങളെ കൊണ്ടുവരുന്ന കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ് ബ്രദർ. ഈ സഹോദരിക്ക് ദൈവം നൽകിയ അത്ഭുത സാക്ഷ്യം പറയാൻ അവിടെ ആയിരിക്കുന്നത്. സഹോദരിയുടെ പേര് സിന്ധു. അവർക്ക് ശരീരത്തിൽ ശ്വാസതടസ്സവും നീരും മൂലം പ്രയാസപ്പെട്ടിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ 3 ബ്ലോക്ക് ഉണ്ടെന്നും പലതവണ അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഈ സിസ്റ്ററുടെ സഹോദരി വളരെ കാലമായി നമ്മുടെ ചർച്ചിൽ വരുന്ന വ്യക്തിയാണ്. ഓരോ തവണ അഡ്മിറ്റ് ആവുമ്പോഴും ആ വിഷയത്തിനായി സഹോദരി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ കഴിഞ്ഞ മാസത്തെ പബ്ലിക് മീറ്റിങ്ങിന് ഈ സിസ്റ്റർ നമ്മുടെ മീറ്റിങ്ങിൽ പങ്കെടുത്തു. ബ്രദർ സ്റ്റേജിൽ ശുശ്രൂഷിക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഹാർട്ടിന് പ്രയാസമുള്ളവരെല്ലാം മുന്നോട്ട് വരികാൻ പറഞ്ഞു. വിശ്വാസത്തോടെ സിസ്റ്റർ മുന്നോട്ട് വന്നു. ബ്രദർ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ ശ്വാസതടസ്സവും വയറ്റിലെ നീരും സകലതും പൂർണ്ണമായി സൗഖ്യമായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ചേച്ചിക്ക് എന്തുവായിരുന്നു പ്രയാസം ഉണ്ടായിരുന്നേ? കൈയും കാലും കഴപ്പായിരുന്നു. ശ്വാസം കിട്ടത്തില്ലായിരുന്നു. ഞാൻ ചോദിക്കുന്ന വയറ്റിൽ എന്തുകൊണ്ടായിരുന്നു? നീർക്കെട്ടുണ്ടായിരുന്നു. നീർക്കെട്ടായിരുന്നു. ഓക്കെ. പിന്നെ അങ്ങനെ ആസ്പത്രി കൊണ്ടപ്പോഴേ പറഞ്ഞ അങ്ങനെ ബ്ലോക്ക് ഉണ്ട്, ഇവിടെ കണ്ണൂർക്ക് കൊണ്ടോക്കോളാം, കോഴിക്കോട് കൊണ്ടോക്കോളാം പറഞ്ഞു. ചേച്ചി എവിടുന്നാ വരുന്നത്? ഇപ്പൊ ഞാൻ അമലര എവിടുന്ന് അമല ചൂരക്കെട്ട് വരും. ഇപ്പൊ ചേച്ചിക്ക് ഇപ്പൊ നെഞ്ചുവേദനയോ ശ്വാസം മുട്ടലോ നീരോ ഒന്നുമില്ല. കൈയടിച്ച് കിതപ്പുമില്ല. പണിയെടുക്കാനൊക്കെ ഭാരായിരുന്നു. ഇപ്പൊ പണിയെടുക്കാം. പിന്നെ മോന് ഒരെണ്ണുള്ളത് കണ്ണ് കാണാത്ത മോനാണ്. ഞാൻ ചോദിക്കുന്ന ചേച്ചിക്ക് ഇപ്പൊ പണിയെടുക്കാം. അപ്പൊ ആ മോനെ നോക്കാനൊക്കെ പറ്റും. ആ മോനൊന്നും നോക്കാൻ പറ്റിണ്ടായിരുന്നില്ല. കണ്ണും കാലിലും ഓട്ടീസും ഉണ്ട്, പിന്നെ അപസ്മാരുണ്ട്. അല്ലാതെ അവൻ ചെയ്തു കൊടുക്കണം. നമ്മൾ ഭക്ഷണം വെള്ളമൊക്കെ നമ്മൾ കൊടുക്കണം. അപ്പോൾ അവൻ്റെ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ ഹാർട്ടിന്റെ പ്രശ്നം വന്നതിന് ശേഷം ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ എല്ലാം ചേച്ചിക്ക് ചെയ്യാൻ പറ്റും. മോനിപ്പോ താങ്ങി പിടിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. എന്താമേ? താങ്ങി പിടിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. ശ്വാസം മുട്ടലുണ്ട്, നെഞ്ചുവേദന, ഹാർട്ടിന് പ്രശ്നമുണ്ട്. ഇപ്പൊ എല്ലാം ചെയ്യാം. സന്തോഷമുള്ള കാര്യം കേട്ടിട്ടല്ലേ? ഇനി അമ്മ പോയി പരിശോധിക്കും കൂടെ ചെയ്തിട്ട് അതിന്റെ റിസൾട്ടുമായിട്ട് വരണം കേട്ടോ. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ച് അതിന് ഇനി റിസൾട്ട് വരണേക്കാൾ മുമ്പ് നമുക്ക് വിശ്വസിക്കാം, ഇതുവരെ അത് ചെയ്യാൻ പറ്റിയിരുന്നില്ല, നീർക്കെട്ടായിരുന്നു, ശ്വാസം മുട്ടലായിരുന്നു, കുഞ്ഞിനൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇവിടുന്ന് പോയതിനു ശേഷം അങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് കർത്താവ് ചെയ്തതാണ്. കർത്താവിൻ്റെ സ്നേഹത്തിനായി നമുക്ക് നന്ദി പറയാം. അത്ഭുതങ്ങൾ ചെയ്യുന്ന ആ കർത്താവിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ മുൻപിലായിരിക്കുന്ന ചില സാഹചര്യങ്ങളാണ് നമ്മളെ പലപ്പോഴും അയ്യോ കർത്താവേ എന്ന് നിലവിളിക്കുമാറാക്കുന്നത്. എന്നാൽ ദൈവജനം നമ്മളോട് സംസാരിക്കുന്ന ദൈവിക ബോധ്യത്തിലും അനുഭവത്തിലും നമ്മളെ തന്നെ പണിയുമ്പോൾ കർത്താവിൻ്റെ കൂടുതൽ ശ്രേഷ്ഠത നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയെ കൂടുതൽ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, എന്നോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, അത്ഭുതങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്ന, അത്ഭുതങ്ങളിൽ ജീവിക്കുവാൻ തക്കോണം ഞങ്ങളെ സഹായിക്കുന്ന അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ, യേശു എങ്ങനെയാണോ ഈ ഭൂമിയിലായിരുന്നത് അതേപോലെ ആകാനാ അങ്ങ് ഞങ്ങളെയും വിളിച്ചത്. എന്നാൽ എന്നെ കാണുന്ന കുടുംബങ്ങളിൽ കർത്താവെ തകർന്നു പോയ ചില കുടുംബങ്ങളെ കർത്താവ് പണിയുന്നത് കാണാം. മനസ്സിടിഞ്ഞു പോയ ചിലരോട് കർത്താവ് സംസാരിക്കുക, നിനക്ക് അവിടുന്ന് കയറി വരുവാനായി കഴിയും. നീ നഷ്ടമായി പോയതിനെ ചൊല്ലി വേദനപ്പെടാതെ, ഭാരപ്പെടാതെ, അതിൻ്റെ എത്രയോ മടങ്ങ് തരുവാൻ കഴിയുന്ന ആ ദൈവത്തിൻ്റെ ജീവൻ നിൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ആ ജീവൻ നിൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ആ ജീവൻ നിൻ്റെ ഉള്ളിൽ വസിക്കുന്നു. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി അപ്പാ. ഈ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ, അവിടുത്തെ നിറവുണ്ടാകട്ടെ, അവിടുത്തെ ശ്രേഷ്ഠത വെളിപ്പെടട്ടെ. കർത്താവേ, ഇവരോരോരുത്തരും അപ്പാ സ്നേഹത്തിൻ്റെയും നന്മയുടെയും നിറവിലാകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവേ അപ്പാ, ഇവർ പ്രയാസപ്പെടുന്ന ആ പ്രശ്നത്തിൻ്റെ ഭാരം ഇവരുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോകട്ടെ അപ്പാ. ആ ഭാരം ഇവരുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോകട്ടെ അപ്പാ. ഹല്ലേലൂയ. എനിക്കൊരു വ്യക്തിയെ കാണാം. ആ വ്യക്തിയുടെ കാലിൻ്റെ മുട്ടിന് താഴെയായിട്ട് ഉണ്ടായ ഒരു ഫ്രാക്ചറിനെ തുടർന്ന്
ആ കാലിൻ്റെ ആ ഭാഗത്ത് ഇപ്പോഴും പ്രയാസമുണ്ട്. മുട്ടിൻ്റെ താഴെ ഉണ്ടായിരിക്കുന്ന ആ പ്രയാസം വളരെ ഇപ്പോഴുണ്ടായ മുറിവ് പോലെ ചിലപ്പം വേദന തോന്നും. ആ വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നത് കാണാം. ആ വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നത് കാണാം. ആ കാലിലെ പ്രയാസം മാറിപ്പോകട്ടെ അപ്പാ. യേശുവേ, ആ കാലിലെ പ്രയാസം മാറിപ്പോകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അതേപോലെ തന്നെ തൻ്റെ ജോലിയോടുള്ള ബന്ധത്തിലെ പ്രയാസം നിമിത്തം പുറത്തിന് ബുദ്ധിമുട്ടുള്ള, പുറം എപ്പോഴും വേദനിക്കുന്ന, അത് നിമിത്തം ഒരു രോഗത്തിലേക്കാണ് താൻ പോകുന്നതെന്ന വിധത്തിൽ തനിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തി എന്നെ കാണുന്നു. തൻ്റെ നടുവിലായിരിക്കുന്ന പ്രയാസം, തൻ്റെ മുതുകിലായിരിക്കുന്ന ആ പ്രയാസത്തെ കർത്താവ് തൊടുന്നത് കാണാം, സൗഖ്യമാക്കുന്നത് കാണാം. യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശുവേ, നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അപ്പാ, ഇന്നോടൊപ്പമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളും ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കട്ടെ അപ്പാ, സ്വസ്ഥത അനുഭവിക്കട്ടെ അപ്പാ. ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അനുഭവിക്കട്ടെ അപ്പാ, അത്ഭുതങ്ങൾ അനുഭവിക്കട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വലിയ അത്ഭുതങ്ങൾ കൊണ്ട് കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലസ് യു.